മൈഗ്രേഷൻ നടക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും വ്യക്തിപരമായിരിക്കും കാരണങ്ങൾ. പൊതുവേ പ്രത്യേകിച്ച് നമ്മൾ ഈ പറഞ്ഞ ഏജ് ഗ്രൂപ്പ് 70 to 25 +2 കഴിയുമ്പോഴേ കുട്ടികൾ ഇവിടെ നിന്ന് പോവാം. ഇനി അടുത്തൊരു ലെവലിൽ +2 പോയി പുറത്ത് പോയി ചെയ്യാമെന്നായിരിക്കും ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും കുട്ടികൾ ഇത്രയും മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു മാസ് മൈഗ്രേഷൻ്റെ ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ എന്തുകൊണ്ടായിരിക്കും അവരിങ്ങനെ ചിന്തിക്കുന്നത്? ഇതൊരു വളരെ പ്രസക്തമായ ചോദ്യം. അതായത് സമൂഹവും സഭകളും എല്ലാം തിരിച്ചറിയേണ്ട കുറേ യാഥാർത്ഥ്യങ്ങൾ ഇതിനകത്തുണ്ട്. എല്ലാ വർഷവും ഒരു 2500-നും 3000-നും ഇടയിലുള്ള കുഞ്ഞുങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ടീനേജ് പ്രായത്തിലുള്ളവരോട് ക്യാമ്പുകളിലൂടെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവസരം ലഭിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തെ പല ബാസ്ക്കറ്റിലിട്ടെന്ന് പറയാൻ ആഗ്രഹിക്കുക. പ്രാഥമികമായിട്ടുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെടണം. എനിക്ക് രക്ഷപ്പെട്ടേ പറ്റൂ ഈ നാട്ടിൽ നിന്ന്. ഞാൻ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, എൻ്റെ വീട്ടുകാർ, എന്നെ ചുറ്റുമുള്ള ആ ഇക്കോസിസ്റ്റത്തിലുള്ള ആൾക്കാർ രക്ഷപ്പെടണമെന്നുള്ള ഒരു റിയാലിറ്റി. രണ്ടാമത്, ഈ രക്ഷപ്പെട്ടവരുടെ പുരോഗതി, ഒരു കാലത്ത് ഇവിടുന്ന് പോയവർ അവരുടെ ലൈഫിലുണ്ടായ പുരോഗതി, ഇത് ഭയങ്കരമായിട്ട് ഈ യങ് ബാച്ചിനെ സ്വാധീനിക്കുന്നുണ്ട്. ഇനി മറ്റൊരു രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ചുറ്റുമുള്ള ട്രെൻഡുകളും പരസ്യങ്ങളും, അതായത് ഒരു വശത്തെ ഏജൻസിൻ്റെ ഇപ്പം പത്രങ്ങളുടെ എല്ലാം ഫ്രണ്ട് പേജ് കവർ ചെയ്യുന്ന പരസ്യങ്ങളാണ് വരുന്നത്. ഓരോ സ്പെഷ്യൽ ഡേയും അവർ ഇത് ആഘോഷിക്കുന്നുണ്ട്. മറുവശത്ത് ബാങ്ക് ലോണുകൾ പണ്ടത്തേക്കാൾ വളരെ ഈസി ആയിട്ട് എഡ്യൂക്കേഷൻ ലഭിക്കുന്നുണ്ട്. പിന്നെ പുറം രാജ്യങ്ങളിലുള്ള ഫ്ലെക്സിബിളായ എഡ്യൂക്കേഷൻ സിസ്റ്റം, കാര്യം ജോലിക്കൊപ്പം സമ്പാദിക്കാൻ പറ്റും. സോ അതൊക്കെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി പ്രധാനമായും ഞാൻ നമ്മുടെ ഇടയിലുള്ള പിള്ളേരോട് ചോദിക്കും, എന്താണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? അപ്പോൾ പല പിള്ളേരും പറയുന്നൊരു കാര്യമുണ്ട്. ഒന്ന്, ഈ കാണുന്ന റീൽസും ഷോർട്സും ഒക്കെ ഇവർ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. കാര്യം ഇപ്പോഴത്തെ പിള്ളേരുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ട്രിപ്പ് അടിക്കുക എന്നുള്ളത്. സോ ഈ പുറത്തെ രാജ്യങ്ങളിൽ പോകുന്ന പിള്ളേർ ട്രാവൽ ചെയ്യുന്ന പിക്ചേഴ്സ് ഇടുന്നു. അത് കാണുമ്പോഴുണ്ടാകുന്ന നമുക്കുണ്ടാകുന്ന ഒരു ഡോപ്പമിൻ പുഷ് ഉണ്ടല്ലോ, എനിക്കും അങ്ങനെ പോകണമെന്നുള്ളൊരു മഞ്ഞൊക്കെ ഇങ്ങനെ വാരി. അത് കാണുമ്പോഴുള്ള ഒരു തോട്ട് പ്രോസസ്സ്. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ ഫ്രീഡം എന്നൊരു സംഭവം, സ്വകാര്യത ഭയങ്കരമായിട്ട് ഇവർ ചിന്തിക്കുന്നുണ്ട്. കാര്യം ഇവിടെയാണെങ്കിൽ വീട്ടിലുള്ളവർ ഫുൾ ടൈം പുറകിലുണ്ട്, ചർച്ച് പുറകിലുണ്ട്, പരിചയമുള്ളവരെല്ലാം പുറകിലുണ്ട്. സോ ഇതൊക്കെ ഇവരെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. ഇതിനകത്ത് നമ്മളൊക്കെ പലപ്പോഴും വിസ്മരിച്ചു പോകുന്നൊരു, ഞാനതിനെ ഒരു സ്പിരിച്വൽ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ വിഷമം തോന്നില്ല. അതായത് ഒരു പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് കിട്ടുന്ന ഒരു എക്സ്ട്രാ റെസ്പെക്റ്റ് ഉണ്ട്. ഇപ്പം ഞാൻ എൻ്റെ നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അടിമാലി എന്നൊരു പയ്യൻ വന്നു കഴിഞ്ഞാൽ അവന് ചിലപ്പോൾ ശുശ്രൂഷയൊക്കെയുള്ള ഒരാളാണെങ്കിൽ 10 മിനിറ്റ് കൊടുക്കും. പക്ഷെ ഇവൻ അമേരിക്ക വഴിയാണ് വരുന്നെങ്കിൽ ഇവന് 10 മിനിറ്റ് എന്നുള്ള അരമണിക്കൂറാവും. അപ്പോൾ ഇങ്ങനെയുള്ള പല സ്പിരിച്വൽ റിയാലിറ്റീസ് കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെയുള്ള പല ട്രെൻഡുകൾ കാണുമ്പം പൊതുവേ അങ്ങനെ പോകാനുള്ള ഒരു ട്രെൻഡ് പിള്ളേരുടെ ഇടയിലുണ്ട്. അത് തന്നെയല്ല, ഇവരെ അച്ചീവേഴ്സായിട്ടാണ് കാണുന്നത്. ഇപ്പം വിദേശത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർ വിജയിച്ചു എന്നുള്ള രീതിയിൽ അവരെ കാറ്റഗറൈസ് ചെയ്യുന്നത് അതും ഒരു കാരണമാകും.